സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. തന്നെത്താൻ താഴ്ത്തി മണ്ണത്തോളം ക്രൂശിലെ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പർ 2:8 വാക്യം. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ചരിത്രകാരന്മാർ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറവ് പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. തന്നെത്താൻ താഴ്ത്തി ക്രൂശ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പർ 2:6 വാക്യം പഠിക്കുമ്പോൾ സാധിക്കും. അത്രയൊരു പ്രശസ്തമായ പ്രവൃത്തി താഴ്മപ്പെട്ട് ജീവിപ്പാൻ നിർബന്ധരാക്കി. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴും ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നിമിത്തം ലൗകിക എഴുത്തുകാർ പോലും താഴ്മയെ ഒരു പുണ്യമാക്കി കണക്കാക്കി. നാര്യങ്ങൾ താഴ്മയുള്ളവരെ വാഴ്ത്തപ്പെടുമ്പോഴെല്ലാം സുവിശേഷം പരോക്ഷമായി പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ യേശുവിനെ കൂടാതെ താഴ്മ നല്ലതെന്നോ ഒരു താഴ്മയുടെ ദിനമോ ചിന്തിക്കാൻ പോലും കഴിയില്ല. ക്രിസ്തു നമുക്കായി തൻ്റെ പദവി ഉപേക്ഷിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ താഴ്മയുടെ സ്വഭാവം വെളിപ്പെടുത്തി. താഴ്മ ഇപ്പോഴും ഒരു ബലഹീനയാണെങ്കിൽ ലോകം എങ്ങനെയായിരിക്കും? ഏത് ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് യേശുവിന് താഴ്മ അംഗീകരിക്കാനാവും? പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് താഴ്മയുള്ളവനായതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയോടുള്ള എൻ്റെ ഏറ്റവും ഉചിതമായി പ്രതികരിക്കണമെന്ന നിലയിൽ ഇന്നെ തന്നെ താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇൻ ജീസസ് നെയിം. ആമേൻ.